രാമായണത്തിലെ യുദ്ധകാണ്ഡത്തിൽ ലക്ഷ്മണൻ പറയുന്നത് വാൽമീകി എഴുതി വച്ചിട്ടുണ്ട്. ലക്ഷ്മണ വചനങ്ങളാണ്. ലക്ഷ്മണൻ യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോൾ ഭാരിച്ച പരാക്രമമാണ് മേഘനാഥൻ കാണിച്ചത്. മേഘനാഥനെ ഓർമ്മയുണ്ടാവും, രാവണൻ്റെ മകൻ. പൊരിഞ്ഞ യുദ്ധമായിരുന്നു, ചെറിയ യുദ്ധമൊന്നുമല്ല. ലക്ഷ്മണനെ അദ്ദേഹം സമ്മോഹനം കൊണ്ട് മോഹാലസ്യപ്പെടുത്തുന്നുണ്ട്. ലക്ഷ്മണൻ മോഹിച്ചു വീണു. വാനരവൈദ്യൻ സുഷേണൻ നാടി പിടിച്ചു നോക്കിയിട്ട് പറയുന്നത് വാതനാടി വളരെ കോപിച്ചു എന്നാണ്. ക്ഷിപ്രമരണമാണ് സംഭവിക്കാൻ പോകുന്നത്. ഒരു കൃത്യസമയം കൊടുത്തു. നിമിഷങ്ങൾക്കുള്ളിൽ വിശല്യകരിണി, സന്താനകരിണി, മൃതസഞ്ജീവനി മുതലായ ഔഷധങ്ങൾ പെട്ടെന്നെത്തിയാൽ മാത്രമാണ് രക്ഷിക്കാൻ പറ്റുന്നത്. വൈദ്യൻ പറഞ്ഞു കൊടുത്തു, ഔഷധങ്ങളൊക്കെ ഹിമവത് പ്രാന്തത്തിലുണ്ട്. ആഞ്ജനേയൻ പോയി ഹിമാലയ ഭാഗം അടർത്തിക്കൊണ്ടാണ് പോകുന്നത്. കാരണം അവിടെ ചെന്നപ്പോൾ ഈ ഔഷധങ്ങളുടെ വിരലടയാളം കൃത്യമായി അറിയില്ലെങ്കിൽ മാറിപ്പോവും. ഇവിടെ നിമിഷമേ ഉള്ളൂ ജീവിച്ചിരിക്കാൻ. അതുകൊണ്ട് അയാൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഈ ഔഷധത്തിന് സമാനമായത് കാണുന്നുണ്ട്. ഈ പറഞ്ഞ ലക്ഷണമൊക്കെ ഉള്ളത്. ഡ്യൂപ്ലിക്കേറ്റ് എന്നല്ല പറയുക, അളിയൻ എന്നാണ് ഈ ഔഷധ ശാസ്ത്രത്തിൽ പറയുന്നത്. മനസ്സിലായില്ല? കീഴാർനെല്ലിയുടെ അളിയൻ എന്നൊക്കെയാണ് പറയുക. തനി ഡ്യൂപ്ലിക്കേറ്റ് അല്ല. ഈ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിവേളയിൽ അതിലെ ചെറിയ ചെറിയ അംശങ്ങളൊക്കെ ചേർത്ത് ഉണ്ടാക്കി വെക്കുന്നതാണ്. അതുകൊണ്ട് ആയുർവേദക്കാരൊക്കെ പരസ്പരം പറയാ, ഇതൊരു കുഴപ്പമൊന്നുമില്ല, കീഴാർനെല്ലി അല്ല, കീഴാർനെല്ലിയുടെ അളിയനാണ്. അതുകൊണ്ട് തൽക്കാലം അളിയനെ കൊണ്ടായാലും കാര്യം നടത്താമെന്നാണ്. പക്ഷെ അതെല്ലാം ഇപ്പോഴും പറ്റില്ല. ഒറിജിനൽ വേണ്ടി വരും. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നൊക്കെ മിക്കവാറും ഈ അളിയന്മാരും പുളിയന്മാരും ഒക്കെയാണ്. മറ്റതെവിടെ കിട്ടാൻ മുഴുവൻ റബ്ബറായി. ബാക്കിയുള്ളത് തൊഴിലുറപ്പ് പദ്ധതിക്കാർ ചെത്തിയും കളഞ്ഞു. നേരല്ലെന്ന് ആലോചിച്ച് നോക്കും. കാരണം ഈ കീഴാർനെല്ലിയും മൂക്കുറ്റിയൊക്കെ റബ്ബർ തോട്ടത്തിൽ ഏതായാലും വളരുകയില്ല. എന്നാൽ ഇനി പുറമ്പോക്കിൽ പോയി കിടക്കാമെന്ന് വിചാരിച്ചാണ് അവ പുറമ്പോക്കിലോട്ട് പോയത്. നമ്മുടെ പരിസ്ഥിതി വകുപ്പും പെട്രോളിയം വകുപ്പും ഒക്കെ കൂടി സംയുക്തമായി ആലോചിച്ച് ആ പെണ്ണും പിള്ളെ പുറത്താക്കി പെട്രോളിയം വകുപ്പുകാരൻ തന്നെ പരിസ്ഥിതി വകുപ്പും കൂടി ഏറ്റെടുത്ത് കഴിഞ്ഞതോടുകൂടി മിക്കവാറും ഇനി പുറമ്പോക്കിലും ഒന്നും കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ടൊക്കെ പറഞ്ഞതാണ്, വിരോധം കൊണ്ട് പറഞ്ഞതല്ല. ഒരു കുഴപ്പമില്ല. അപ്പം അതുകൊണ്ട് ആഞ്ജനേയൻ ഇത് പൊക്കിക്കൊണ്ടു മലയോടെയാണ് കൊണ്ടുവന്നെ. പിഴിഞ്ഞൊഴിച്ചു. ലക്ഷ്മണൻ എഴുന്നേറ്റു. അപ്പോൾ ലക്ഷ്മണൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ മേഘനാഥൻ ഒരല്പം പരിഭൂതി ഉണ്ടായി. അയാൾ ഓടിച്ചെന്ന് സീതയെ മുടിക്ക് പിടിച്ചുകൊണ്ട്, ഒരു സീതയെ മുടിക്ക് പിടിച്ചുകൊണ്ടെന്ന് ആ യുദ്ധക്കളത്തിൻ്റെ മധ്യത്തിലേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, രാമ, ലക്ഷ്മണ, ഏതൊരു സീത നിമിത്തമാണ് ഈ ലങ്ക യുദ്ധക്കളമായി മാറിയത്? നിങ്ങൾക്ക് പ്രിയങ്കരിയായ സീതയെ ഞാനിവിടെ തുണ്ടം തുണ്ടമാക്കുന്നുണ്ട്. ഇപ്പം ലക്ഷ്മണനല്ല മോഹിച്ചത്, ഇപ്പോൾ ശ്രീരാമനാണ് കരഞ്ഞു തുടങ്ങി, നിലവിളിയൊക്കെ തുടങ്ങി. കാങ്കൽ തന്നെ മേഘനാഥൻ സീതയെ തുണ്ടം തുണ്ടമാക്കി. രാമൻ മോഹിച്ചു വീണു. അപ്പോഴാണ് ലക്ഷ്മണൻ പറയുന്നത്, ആ സമയത്താണ് ഉടല് വേർപെട്ട് സീത കിടക്കുമ്പോൾ ലക്ഷ്മണൻ പറയുന്നുണ്ട്, ഹർഷകാമശ്ച ധർമ്മക്രോധശമോദമഃ
അർത്ഥാഭേദാനി സർവാണി പ്രവർത്തന്തേ നരാധിപാം. ഹർഷകാമശ്ച ദർപ്പശ്ച ധർമ്മക്രോധശമോദമഃ അർത്ഥാഭേദാനി സർവാണി പ്രവർത്തന്തേ നരാധിപാഃ. ഹേ രാജൻ, ഹേ ശ്രീരാമചന്ദ്രൻ, മോഹിച്ചു കിടക്കുക അദ്ദേഹത്തോടാ പറയും, അങ്ങ് പൂർണ്ണമായും ചതിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങ് പിതൃവചനത്തിൻ്റെ പാലനത്തിനായി സത്യമാർഗത്തിൽ ചലിക്കാനുള്ള ആദർശവുമായാണ് വനത്തിൽ വന്നത്. അങ്ങ് എന്തിന് പിതാവിൻ്റെ വചനത്തെ കേട്ടു? ഏതൊരു സത്യം പരിപാലിക്കുന്നതിന് അങ്ങ് വനത്തിൽ വന്നു? അതിൻ്റെ പരിണാമമാണ് ഇത്. അർത്ഥത്തെ വെടിഞ്ഞ് ധർമ്മത്തിന് പ്രാധാന്യം നൽകി ധർമ്മമാർഗത്തിലൂടെ വന്നിട്ട് അങ്ങ് എന്ത് നേടി? ലക്ഷ്മണൻ ശക്തമായിട്ടാണ് ചോദിക്കുന്നത്. മനുഷ്യന് ധനമുള്ളപ്പോഴാണ് ഹർഷമുണ്ടാകുന്നത്. അങ്ങയ്ക്ക് രാജ്യമുണ്ടായിരുന്നപ്പോൾ ഹർഷമുണ്ടായിരുന്നു, രാജ്യം അങ്ങ് വിട്ടു. ശിലാതളിമത്തിൽ ഉറങ്ങി മരവുരി അണിഞ്ഞു, അങ്ങ് ക്ലേശിച്ചു. ഇന്ന് എവിടെയാണ് അങ്ങ് നിൽക്കുന്നത്? 14 വർഷം തികയാൻ പോവുകയാണ്. അതിനിടയിൽ അങ്ങക്ക് എന്ത് ഹർഷമാണുണ്ടായത്? ഏതൊരു കാര്യമാണ് ആനന്ദപ്രദമായത്? പ്രാകൃതിക ദൃശ്യങ്ങൾ കണ്ടിട്ട് ചിലപ്പോൾ അങ്ങ് ക്ഷണിക ഹർഷത്തിൽപ്പെട്ടിരിക്കാം. വനത്തിൽ വല്ല പഴങ്ങളോ പൂച്ചെടികളോ കണ്ട് ചിലപ്പോൾ അല്പം ഹർഷമുണ്ടായേക്കാം. എന്നാൽ ക്ഷണത്തിൽ അത് ദുഃഖപര്യവസായിയാകുന്നു. കാമഹ, പുത്രകാമനയോ മഹത്വകാമനയോ ആവട്ടെ, ധനമുണ്ടെങ്കിലാണ് കാമന സംഭാവ്യമാവുന്നത്. 14 വർഷത്തെ വനവാസത്തിനിടയിൽ ഒരു പുത്രൻ പോലും അങ്ങയ്ക്കുണ്ടായില്ല. ഉണ്ടായാൽ ഈ വനത്തിലെല്ലാം പരിചരിക്കാനും ആവില്ല. അങ്ങ് എന്താണ് നേടിയത്? ദർപ്പശ്ച, ദർപ്പവും ഒരു ഭാവമാണ്. മനുഷ്യന് ഗർവുണ്ട്. അതിനെ ജയിക്കുന്നതിന് ലക്ഷ്മിയില്ലെങ്കിൽ എങ്ങനെയാണ് ഗർവുണ്ടാവുക? മറ്റുള്ളവരുടെ അടുത്ത് തൻ്റെ മഹത്വം നഷ്ടമാവുക മാത്രമാണ് ധനമില്ലെങ്കിൽ ചെയ്യുക. എന്നാൽ സ്വയം അതറിഞ്ഞില്ലെങ്കിൽ മഹത്വം എന്ത് കാണിക്കാനാണ്? ഇത് ലക്ഷ്മണൻ പറയുന്നതാണ്. ഈ സമയത്ത് വിഭീഷണൻ എഴുന്നേറ്റു വന്ന് രാമലക്ഷ്മണന്മാരോട് പറഞ്ഞു, ഇതവൻ്റെ മായയാണ്, സീതയെയൊന്നും അല്ല കൊന്നിരിക്കുന്നത്, മായ സീതയെയാണ്. പിന്നെയാണ് പൊരിഞ്ഞ യുദ്ധം നടക്കുന്നതൊക്കെ. എന്നാലും ആ ക്ഷണനേരത്തേക്ക് രാമനിൽ മോഹമുണ്ടാക്കാൻ ഇതിന് കഴിഞ്ഞു. അപ്പോൾ ധനത്തിന് ലൗകികമായി പ്രാധാന്യമുണ്ട്. എന്നാൽ സുഖമന്വേഷിക്കുന്നവന് അല്പം പോലും പ്രാധാന്യം ധനത്തിനില്ല.